മിഡിൽ ഈസ്റ്റിൽ തന്നെ നമുക്ക് തുടങ്ങാം. അപ്പം അതിൽ IDF, അത് ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സ്, ഈ പഴയ ബഫർ സോൺ അല്ലേ, സിറിയയുടെ അടുത്തുള്ള ബഫർ സോൺ, ഗോലാൻ ഹെയ്റ്റ്സിന്റെ ഭാഗത്തായിരുന്ന ആ ബഫർ സോണിന്റെ അവിടെ വെപ്പൺസ്, അമ്യൂണിഷൻസ് ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ഇതിനെ അസാദ് റെജീമിന്റെ, അത് ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിച്ചിരുന്ന ആ ഒരു ടീമിന്റെ പേരിലാണ് ഇവർക്കൊരു സംശയം വന്നിട്ടുള്ളത്. പക്ഷെ എന്നാലും, അതായത് ഇത് ബഫർ സോൺ ആണല്ലോ, അവിടെ UN കൺട്രോളാണ് ഉണ്ടായിരുന്നത്. ലെബനാന്റെ ഭാഗത്തിരുന്ന UN സെക്യൂരിറ്റി ഫോഴ്സ് ആയിക്കോട്ടെ, ഗോലാൻ ഹെയ്റ്റ്സിന്റെ ഭാഗത്തിരുന്ന UN സെക്യൂരിറ്റി ഫോഴ്സ് ആയിക്കോട്ടെ, ഇവരെല്ലാം ഒരു കൂട്ടരാണെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. UN സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരെ അറിവില്ലാണ്ട് അവിടെ ഈ ഒരു വെപ്പൺസ്, അമ്യൂണിഷൻസ് വരാൻ യാതൊരു സാധ്യതയുമില്ല എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള ചോദ്യം ഇസ്രായേൽ ഉന്നയിക്കുന്നതായിരിക്കും. UN സീസ് ഫയർ മാത്രം ഉണ്ടാക്കിയാൽ പോരല്ലോ, UN ഇതിന്റെ ഉത്തരം കൂടെ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. IDFന്റെ ട്രൂപ്സ് ഇന്നലെ രാത്രി ടെൽ ഹാദർ, ആ സിറ്റി വരെ പോയിട്ടുണ്ട്. ഈ ടെൽ ഹാദർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സിറിയയുടെ ഒരു ഗേറ്റ് എന്ന് തന്നെ പറയാം, ഒരു ഡോർ സ്റ്റെപ്പ്. അതായത് ഡമസ്കസ് എന്ന് പറഞ്ഞ സിറ്റിയുടെ ഡോർ സ്റ്റെപ്പാണ് ഈ ടെൽ ഹാദർ എന്ന് പറയുന്നത്. അവിടെ ശരിക്കും സിറിയയുടെ ഔട്ട് പോസ്റ്റ് ഉണ്ട്. ആ ഔട്ട് പോസ്റ്റിന്റെ വാതിൽ വരെ IDFന്റെ ട്രൂപ്സ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഹെർമോൺ മൗണ്ടിൽ, അതായത് ഇപ്പം നിലവിൽ ഇസ്രായേൽ ആർമി ഈ ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ആ പുതിയ ബഫർ സോൺ, ആ ഒരു എഡ്ജിൽ നിന്നും 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് കൃത്യമായിട്ട് ഈ ടെൽ ഹാദറിലേക്ക്. അതുപോലെ തന്നെ ഡമസ്കസിൽ നിന്നും കൃത്യമായി 20 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഈ ഒരു ടെൽ ഹാദറിലേക്ക് ഉണ്ടെന്നുള്ളതാണ്. ആ പോയിന്റ് വരെ ഇസ്രായേലിന്റെ ആർമി എത്തി. ഇത് എന്തുകൊണ്ടാണ് അവർ ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇത് ശരിക്കും പറഞ്ഞാൽ സിറിയയെ എക്സ്പോസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. അതായത് സിറിയയുടെ ഇപ്പോഴത്തെ ഒരു സെക്യൂരിറ്റി സെറ്റപ്പിനെ തുറന്നു കാണിക്കാനാണ് ഈ ഒരു യാത്ര. ഇതുകൊണ്ട് എന്താണ് അവർ ലക്ഷ്യമിടുന്നതെന്ന് പറഞ്ഞാൽ, തികച്ചും ഇപ്പം ലബനാൻ ഭാഗത്ത് നിന്ന് ഈ ഒരു ലബനാൻ ഗവൺമെന്റുമായിട്ട് ഉണ്ടാക്കിയ സീസ് ഫയറിന്റെ ഭാഗമായിട്ട് ഇവർ പിൻവലിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഘട്ടം ഘട്ടമായിട്ട് അവിടെ നിന്ന് ഈ IDFന്റെ സോൾജേഴ്സിനെ പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. കാരണം ഇതെല്ലാം കൂടെ അവര് ക്യുമുലേറ്റീവായിട്ട് നോക്കുമ്പോൾ കൃത്യമായിട്ട് ഇപ്പൊ ഈ ഒരു സിറിയയെ അറ്റാക്ക് ചെയ്തതിലൂടെ ലക്ഷ്യമിട്ടത് ഹിസ്ബുള്ളയുടെ കരങ്ങൾ ഒടിക്കുക എന്നുള്ളതാണ്. ആ ലക്ഷ്യം കൃത്യമായിട്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഹിസ്ബുള്ളയുടെ മാത്രമല്ല, ഇറാന്റെയും കൂടെ കയ്യും കാലെല്ലാം ഒടിഞ്ഞ അവസ്ഥയിലാണ് കിടക്കുന്നത്. അപ്പം പണ്ട് ഇവർ ഈ ഒരു ട്രൂപ്പ് പിൻവലിച്ചു കഴിഞ്ഞാൽ, അതായത് ലെബനാനിൽ നിന്നും വളരെ ഈസി ആയിട്ട് ഈ IDF ട്രൂപ്പിനെ ഒരിക്കലും ഈ ഒരു ലെബനാനുമായിട്ടുള്ള സീസ് ഫയർ വെക്കുന്ന സമയത്ത് ഇസ്രായേൽ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല 60 ദിവസത്തിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ട്രൂപ്പിനെ പിൻവലിക്കാൻ പറ്റുമെന്ന്. പക്ഷെ ഇപ്പം ശരിക്കും അവർക്ക് മനസ്സിലാകുന്നുണ്ട്, ഇപ്പം ഈ ഒരു സിറിയയിൽ നടത്തിയ ഒരു അറ്റാക്കിന് ശേഷം ഒരു പ്രശ്നവും ഇല്ലാണ്ട് വളരെ പീസ്ഫുൾ ആയിട്ടാണ് ഇസ്രായേലിന്റെ ആർമി ലെബനാനിൽ നിന്ന് പിൻവലിയാൻ തുടങ്ങിയിരിക്കുന്നത്. അതിന്റെ കാരണം വേറെ ഒന്നുമില്ല, അവരുടെ മിലിറ്ററി സോഴ്സ് മൊത്തത്തിൽ നശിപ്പിച്ചത് കൊണ്ടാണ്. അവർ കോൺഫിഡൻസ് 90% സിറിയയിലുള്ള മിലിറ്ററി സോണും വെപ്പൺസ് എല്ലാം നശിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു കോൺഫിഡൻസിലാണ് ലെബനാനിൽ നിന്ന് പതിയെ പിൻവലിയാൻ തുടങ്ങിയിരിക്കുന്നത്. ഒരു സൈഡിൽ നിന്ന് പിൻവലിയുന്നുണ്ട്, ഇനി അടുത്ത ദിവസങ്ങൾ, ഇനി ആഴ്ചകളായിട്ട് ബാക്കിയുള്ള ആൾക്കാരെ കൂടെ പിൻവലിക്കുന്നതാണ് IDF. ആ രീതിയിൽ തീർച്ചയായിട്ടും ഈ ഹിസ്ബുള്ള തന്നെയാണ് ഈ ഒരു സദൻ ലെബനാന്റെ ഭാഗത്ത് വന്ന് ചേക്കേറുന്നത്. പക്ഷെ എന്നാലും ഇസ്രായേലിന് കുറച്ച് ടൈം കിട്ടും. കാരണം അവര് ഈ സിറിയയുമായിട്ടുള്ള കണക്ടിവിറ്റി എല്ലാം റദ്ദാക്കിയിരിക്കുകയാണ്. അതും പോരാഞ്ഞിട്ട് സിറിയയിൽ ഇപ്പോഴത്തെ ഒരു റെജിമെന്റ്, ഈ മാറി വന്നിരിക്കുന്ന ഗവൺമെന്റ്, ഈ ഒരു ഹിസ്ബുള്ളയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമുള്ള സർക്കാരല്ല ഇപ്പം നിലവില് സിറിയയിലുള്ളത്. അപ്പൊ അതുകൊണ്ട് അത്രയ്ക്ക് ഇസ്രായേലിന് കുറച്ച് ആശ്വസിക്കാം. ഈജിപ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് രണ്ടു കൂട്ടരും, ഇസ്രായേലും ഹമാസും, ഒരേപോലെ തന്നെ സീസ് ഫയറിന് വേണ്ടിയിട്ട് നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ്. ഇത്രയും നാൾ ഇത് തന്നെയാണ് ഈജിപ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പക്ഷെ അവരെ കൊണ്ട് സാധിച്ചില്ല. അതിന്റെ പുറകിൽ വേറൊരു കാര്യമുണ്ട് പറയാം. ഈ സീസ് ഫയർ ഇപ്പൊ നടക്കുന്നതിന്റെ പുറകിൽ ഒരു കളിയുണ്ട്. ആ കളി വേറെ ഒന്നുമില്ല, നിലവിലെ ഹമാസിന്റെ ലീഡറായിട്ടുള്ള ഖാലിദ് മഷാൽ. ഖാലിദ് മഷാൽ ഒരു ഫ്രോഡ്, ക്രിമിനൽ, ഒരു തീവ്രവാദിയാണ്. അവൻ പല സാഹചര്യങ്ങളിലും ജയിലിൽ കിടന്നിട്ടുണ്ട്. ഇസ്രായേലിന്റെ ജയിലിൽ തന്നെ കിടന്നിട്ടുണ്ട്. അവനെ റെസ്ക്യൂ ചെയ്തൊക്കെ വിട്ടതും അവന് പിന്നെ പോയിസൺ അടിച്ച്, അതുപോലെ തന്നെ റിവേഴ്സ് ഡോസ് ഒക്കെ കൊടുത്താണ് ഇസ്രായേൽ അവനെ രക്ഷപ്പെടുത്തി വിട്ടത്. എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ്. ഇസ്രായേലിന്റെ ജയിലിൽ കിടന്ന് തുറന്നു വിടുന്ന ആൾക്കാർ തന്നെയാണ് അവർക്കെതിരെ നല്ല രീതിയിൽ ഇങ്ങനെ വരുന്നത്. അപ്പൊ അതുപോലെ ഒരാളാണ് ഈ ഖാലിദ് മഷാൽ. ഈ ഖാലിദ് മഷാലിന്റെ ബ്രദർ ഒരു കേസിൽപ്പെട്ട് US ജയിലിലാണ്. അത് ഈ ഒരു തീവ്രവാദ ബന്ധം കൊണ്ട് അവനെ പിടിച്ചകത്തിട്ടതാണ്. ഇപ്പം ഒരു രഹസ്യമായിട്ടുള്ള ഒരു ഡീൽ, അതായത് അപ്രതീക്ഷമായിട്ട് ഖാലിദ് മഷാലിന്റെ ബ്രദറിനെ US ഗവൺമെന്റ് റിലീസ് ചെയ്തിരിക്കുകയാണ്. റിലീസിന്റെ പുറകില് ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്. ഒരു ആരോപണം വരുന്നത്, ബന്ദികളായിട്ട് ഹമാസ് പിടിച്ചു വെച്ചിരിക്കുന്ന US പൗരന്മാരെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് തുറന്നു വിട്ടതാണെന്ന് ഒരു എലിഗേഷൻ ഉണ്ട്. അതല്ല, മൊത്തത്തിൽ സീസ് ഫയറിന് വേണ്ടിയിട്ട് സമ്മതിക്കാൻ എൻറ്റയർ എഗ്രിമെന്റിലേക്ക് കൺവിൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തുറന്നുവിടൽ എന്നുള്ള ഒരു വാദവും വരുന്നുണ്ട്.
അപ്പൊ ഇത്തരത്തിലുള്ള രണ്ട് വാദങ്ങൾ ഈ ഒരു ഖാലിദ് മഷാലിന്റെ ബ്രദറിന്റെ റിലീസിനെ ചൊല്ലി വരുന്നുണ്ടെന്നുള്ള. പക്ഷെ എന്നാലും ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇതിൽ ഒരെണ്ണം ഉറപ്പാണ്. ഇതിന്റെ ഒരു അന്തർധാര, ഒരു ഡീലിംഗ് ഈ രീതിയിൽ നടന്നിട്ടുണ്ടെന്നുള്ളതാണ് വസ്തുത. ഏകദേശം കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു സീസ് ഫയർ വരാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ അതായത് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഖാലിദ് മഷാലിന് പാലസ്തീനിൽ കിടക്കുന്ന ജനങ്ങളോ ആ ജനങ്ങളുടെ നന്മയോ അവരുടെ ജീവിതത്തിന്റെ ഉന്നമനമോ അല്ല ഖാലിദ് മഷാലിന്റെയൊക്കെ ലക്ഷ്യം. അതാദ്യം മനസ്സിലാക്കണം. ഇത് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിലപാടുകളാണ് എടുക്കുന്നത്. അപ്പൊ ഈ ഒരു ബന്ദികളെ വിട്ടുകൊടുക്കുന്നത് ശരിക്കും അവന്റെ ബ്രദറിന് വേണ്ടിയിട്ടാണെന്ന് വേണം പറയാനുള്ളത്. ആ രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പൊ മാറി വരുന്നത്. ഇതിന്റെ സത്യാവസ്ഥ ഈ ഇസ്രായേൽ റിലീസ് ചെയ്യാൻ പോകുന്ന പാലസ്തീനികളുടെ എണ്ണം എത്രയാണെന്ന് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ പാലസ്തീനികൾക്ക് വേണ്ടിയിട്ടും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ പോരാടുന്ന ഈ നേതാക്കൾ ഈ എത്ര പാലസ്തീനികളെ ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് റിലീസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആ സമയത്തെ ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റൂ, അല്ലാതെ ഇപ്പൊ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ കാണുന്നത് പാലസ്തീനിൽ നിന്നും പിടികൂടിയ ഹമാസിന്റെ പ്രവർത്തകരായിട്ടുള്ള കുറച്ച് തീവ്രവാദ ബന്ധമുള്ള ആൾക്കാരെയാണ് ഈ IDF ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഇവരെ ഇന്നലെ പിടികൂടി കൊണ്ടുപോയതാണ്. അതായത് നിരായുധരായിട്ട് ഇവരെ എതിർക്കാൻ നിൽക്കുന്ന, കല്ലെറിയുന്ന ഇങ്ങനെയൊക്കെ മുതിർന്ന ആൾക്കാരായിട്ടുള്ള ആൾക്കാരെയൊക്കെ പിടിച്ചുകൊണ്ട് ജയിലിലാണ് കൊണ്ടിടുന്നത്. ആരാണോ തോക്കെടുത്ത് വെടിവെക്കാൻ നിൽക്കുന്നത് അവരെ വെടിവെച്ചിടും, അത് ഉറപ്പാണ്. പിന്നെ അവിടെ കാഷ്വാലിറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി വെടിവെക്കാൻ പറ്റുന്നില്ല, അവന്മാർ അണ്ടർഗ്രൗണ്ടിലെങ്ങാനും പോയി ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് നോട്ടീസ് കൊടുത്ത് ബിൽഡിങ്ങിൽ അങ്ങ് ബോംബിടും. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ നോട്ടീസ് കൊടുത്തിട്ടും ഇറങ്ങി പോകാതിരിക്കുന്ന ആൾക്കാർ അവിടെ ബോംബ് വീഴുമ്പോൾ കഥ കഴിയും. പിന്നെ അതൊരു സിവിലിയൻ കാഷ്വാലിറ്റി ആവും. പിന്നെ ഈ എണ്ണങ്ങൾ കൂടിക്കൊണ്ട് ഇങ്ങനെ പോകും, ഡെത്തിന്റെ എണ്ണം ഇങ്ങനെ കൂടും. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ യുവമാര് ഒരു കൂട്ടം ആൾക്കാരെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നത് ഹമാസ് തീവ്രവാദികളാണ്. ഇവർക്കും ഈ ഖാലിദ് മഷാലിനെയൊക്കെ യുവമാർ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇവരൊക്കെ ലാസ്റ്റ് ഗ്രേഡിൽ വർക്ക് ചെയ്യുന്ന, ശരിക്കും പറഞ്ഞാല് കൂലിപ്പണിക്കാരാണ്. ആ രീതിയിൽ ഇവരെ കരുതാവൂ. പക്ഷെ ഇവരുടെ ആശയങ്ങൾ കൊണ്ട് ഇവർ അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതിലിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വളരെ തുച്ഛമായ പൈസയായിരിക്കും ഇവർക്ക് കൊടുക്കുന്നത്. $1 മില്യൺ ഒക്കെ അറിയാമല്ലോ, ആരുടെയൊക്കെ അക്കൗണ്ടുകളിലാണ് മില്യൺ കണക്കിൽ പൈസ കിടന്നെന്നുള്ളത്. അത് ഈ മരിച്ചുപോയ ഹാനിയയുടെയും ഈ ഖാലിദ് മഷാലിന്റെയൊക്കെ അക്കൗണ്ടുകളിൽ നല്ല രീതിയിലുള്ള $1 മില്യൺ ഉണ്ട്, ബില്യൺ വരെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ചൈനയും ഈജിപ്തും കൂടെ ഇന്നൊരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. അതിനകത്ത് മിഡിൽ ഈസ്റ്റിലെ ഒരു സമാധാനപരമായ അന്തരീക്ഷം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടി ശ്രമിക്കുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവരെന്ത് സമാധാനം കൊണ്ടുവരാനാണ് പോകുന്നതെന്നുള്ളത്. നമുക്കിനി കണ്ടറിയണം. ചൈനയും ഈജിപ്തും കൂടെ ചേർന്നിട്ട് മിഡിൽ ഈസ്റ്റിൽ എന്ത് സമാധാനം കൊണ്ടുവരാനാണ്? മിഡിൽ ഈസ്റ്റിൽ സമാധാനം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളാണ് തീരുമാനിക്കാൻ. ഇറാഖി മിലീഷ്യ ടീമുമായിട്ട്, അതൊരു തീവ്രവാദ സംഘടനയാണ്, അതുമായിട്ട് ഇസ്മായിൽ ഖാനി ഇറാന്റെ മിലീഷ്യ ഗ്രൂപ്പുമായിട്ട് ഇന്ന് തീവ്രമായ ചർച്ച നടത്തിയിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയത്തില്ല. അത് വീണ്ടും അതായത് ഇസ്രായേലിലേക്ക് ഒരു ഡ്രോണോ എന്തെങ്കിലും വിടാൻ വേണ്ടി പറ്റുമോ എന്നുള്ള രീതിയിലുള്ള സാഹചര്യം നോക്കുന്നതാണ്. അതായത് ഇപ്പം ഇറാഖിന്റെ സൈഡിൽ ഇസ്രായേൽ കൂടുതൽ അങ്ങോട്ട് കയറി അടിച്ചില്ലല്ലോ. അപ്പൊ ആ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, ആ രീതിയിൽ എന്തെങ്കിലും ഒരു അറ്റാക്ക് ഇസ്രായേലിലേക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഒന്ന് പരിശോധിക്കാൻ പോയതാണെന്നാണ് തോന്നുന്നത്. അതിന്റെ മറുപടികൾ 2-3 ദിവസത്തിനകത്ത് അറിയാൻ പറ്റും. ചിലപ്പോൾ നാളെ നേരം വെളുക്കുമ്പോഴേ 2-3 റോക്കറ്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഇസ്രായേലിന്റെ ഉള്ളിൽ. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇറാഖ് സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംസാരത്തിന്റെ ഫീഡ്ബാക്ക് ആണ് അതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ പിന്നെ ഇവർ രണ്ടുപേരും തമ്മിൽ എന്ത് സംസാരിക്കാനാണ് ഈ ഒരു സാഹചര്യത്തിൽ? ട്രംപ് ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നില്ലെങ്കിൽ ട്രംപ് തന്നെ നേരിട്ട് അറ്റാക്ക് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അഥവാ ഇറാൻ ആണവായുധം ഉണ്ടാക്കാൻ മുതിരുകയാണെന്നുണ്ടെങ്കിൽ ട്രംപ് തന്നെ ഡയറക്റ്റ് ആയിട്ട് USA ഇറാനെ അറ്റാക്ക് ചെയ്യും. കൃത്യമായിട്ട് ന്യൂക്ലിയർ സ്പോട്ടുകൾ അറ്റാക്ക് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയാംപ്റ്റീവ് സ്ട്രൈക്ക് എന്നാണ് പറയുന്നത്. അതായത് ഒരു പ്രതിരോധം, അതാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇറാന് അനങ്ങാനും തിരിയാനും വയ്യാത്ത അവസ്ഥയാണ്. UK സ്റ്റാർമർ അറിയാലോ, UK പ്രൈം മിനിസ്റ്റർ. പുള്ളി പറഞ്ഞിരിക്കുന്നത് സിറിയയിലെ ഒരു നോൺ സെക്ടേറിയൻ ഗവൺമെന്റ് വരണം എന്നാണ് പുള്ളി ആഗ്രഹിക്കുന്നത്. പുള്ളി ആഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ മതി. അവിടെ നോൺ സെക്ടേറിയൻ ആയിട്ട് ആരാണുള്ളത്? എനിക്ക് അറിയാൻ വിചാരിച്ചത് യുവമാരൊക്കെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ പറയുന്നത്, അല്ലെങ്കിൽ ഇവരൊക്കെ വേറെ ഏതെങ്കിലും ലോകത്താണോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ്. കാരണം എന്താ വെച്ചാല് UK പ്രൈം മിനിസ്റ്റർ പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ഈ ഒരു സ്റ്റാർമർ പോലത്തെ ഒരു വ്യക്തിയൊക്കെ പറയാണ് സിറിയയിൽ നോൺ സെക്ടേറിയൻ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് വരണം. എങ്ങനെയാണ് വരാൻ പോകുന്നത്? അവിടെ ഓൾറെഡി തന്നെ പല പല സെക്ടറുകളാണ് അവിടെ ഉള്ളത്. ഗോത്രങ്ങളുടെ അന്ധകാരത്തിന്റെ ഉള്ളിലാണ് സിറിയ കിടക്കുന്നത്. അവിടെ എന്തുകൊണ്ടാണ് നോൺ സെക്ടേറിയൻ ഗവൺമെന്റ് വരണം എന്ന് ആഗ്രഹിക്കുന്നത്? എന്നാൽ പിന്നെ അയാൾ UK തന്നെ അത് ഏറ്റെടുത്ത് ഭരിക്കേണ്ടി വരും. അല്ലാതെ വേറെ ഒന്നും പറയാനില്ല അതിനകത്ത്. വരുന്ന ജനുവരി 19, 2025 ജനുവരി 19 മുതൽ ടിക്ടോക്ക് എന്ന് പറഞ്ഞ ഒരു ആപ്പ് എല്ലാ ആപ്പ് സ്റ്റോറിൽ നിന്ന് എടുത്ത് കളയണം. ആപ്പിളിനും ഗൂഗിളിനും കൃത്യമായ നോട്ടിഫിക്കേഷൻ അയച്ചിട്ടുണ്ട്. ലോ മേക്കേഴ്സിന്റെ കമ്മിറ്റിയാണ് ഈ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കി അയച്ചിരിക്കുന്നത്. 19 മുതൽ ടിക്ടോക്ക് US എങ്ങും നിരോധിക്കപ്പെടുകയാണ്. ഇത് പല തവണ ഇത് വന്നതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ.
ഇത് പല തവണയായിട്ട് ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് പോയതാണ്. ഇപ്പോഴാണ് എഫക്റ്റീവായിട്ട് തീരുമാനത്തിൽ വരുന്നത്. വരുന്ന 19-ാം തീയതി മുതൽ ടിക്ടോക്ക് US ഉണ്ടാവില്ല. 3 ഇന്ത്യൻ സ്റ്റുഡൻസ് കാനഡയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് കാനഡ എടുത്ത് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അന്വേഷണം പുരോഗമിക്കുകയാണെന്നുള്ള ഒരു രീതിയിലുള്ള മറുപടി, സ്ഥിരം മറുപടി തന്നെയാണ് കാനഡയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഇതിൽ മനസ്സിലാക്കേണ്ടത് ഏതാണ്ട് 4 ലക്ഷത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ കാനഡയിൽ പഠിക്കുന്നുണ്ടെന്നുള്ളതാണ് നിലവിൽ. അതായത് കറണ്ടായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈവില്. അതായത് ഒരു ബാച്ച് തീരുമ്പോൾ അടുത്ത ബാച്ച്, ഒരു ബാച്ച് തീരുമ്പോൾ അടുത്ത ബാച്ച്, ഇങ്ങനെ വന്ന ഈ ലോഡ് ചെയ്ത ആൾക്കാരാണ് ഏതാണ്ട് 4 ലക്ഷം സ്റ്റുഡൻസ്, ഇന്ത്യൻ സ്റ്റുഡൻസ് മാത്രമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ ഈ 3 സ്റ്റുഡന്റ് ദുരൂഹമായ സാഹചര്യത്തിലാണ് കൊല്ലപ്പെട്ടത്. അതിനുള്ള ഡീറ്റെയിൽസ് എന്താണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല. ഇതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള വിവരം കാനഡ ഗവൺമെന്റിന്റെ അടുത്ത് ഇന്ത്യൻ ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതുവരെ കൃത്യമായ പ്രതികരണം വന്നിട്ടില്ല എന്നുള്ളതാണ്. വെസ്റ്റേൺ വിർജീനിയ ഫെഡറൽ കോർട്ടിൽ നിന്ന് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ കേസ് കമ്പനി മെക്കിൻസി ആൻഡ് കോ എന്നാണ്. മെക്കിൻസി ആൻഡ് കോ ഇതൊരു വലിയ ജയന്റ് കമ്പനിയാണ്. ഇവർ എന്തുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ മരുന്ന് കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവർക്കെതിരെ ഒരു കേസ്. ഇവര് ഈ മരുന്ന് കച്ചവടത്തിൽ ഇവർ ചെറിയ ആൾട്ടറേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട്. ആ മരുന്ന് കഴിച്ച് ഒരുപാട് ആൾക്കാർക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടായി. ആ സൈഡ് എഫക്റ്റ് ഉണ്ടായതിൽ ഏതാണ്ട് 500,000, ഏതാണ്ട് 5 ലക്ഷം ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. ഈ മരുന്ന് കഴിച്ച് സൈഡ് എഫക്റ്റ് മൂലം 2019 ഈ കേസ് അന്വേഷണം തുടങ്ങുന്നത്. അപ്പൊ അതോടുകൂടി ഈ ഒരു മരുന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെട്ടു. അപ്പൊ അതിനു മുമ്പ് 20 വർഷമായിട്ട് ഇവർ 2019 വരെ 20 വർഷമായിട്ട് ഇവർ മാർക്കറ്റിൽ ഈ ഒരു മെഡിസിൻ സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ മെഡിസിൻ സപ്ലൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇത് മേടിച്ച് കഴിച്ച ആൾക്കാരിൽ 5 ലക്ഷം ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കേസാണ് ഇപ്പൊ വിധിയായിരിക്കുന്നത്. ഏതാണ്ട് 650 മില്യൺ ഫൈൻ അടയ്ക്കാനാണ് വന്നിരിക്കുന്നത്. പക്ഷെ അതിലൊരു കോമഡി ഉണ്ട്. ഈ കമ്പനി ഈ മരുന്ന് കൊണ്ട് മാത്രം ഉണ്ടാക്കിയത് ഏതാണ്ട് 1 ബില്യൺ ആണ് പ്രോഫിറ്റ്. ആ 1 ബില്യണിൽ നിന്ന് 650 മില്യൺ അടച്ചാൽ മതി, ബാക്കി എന്നാലും പ്രോഫിറ്റ് ആണ്. അമേരിക്കയിൽ, അതായത് പൊതുവേ ഈ ഒരു വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നിയമങ്ങളിൽ ഇങ്ങനെ നല്ല രീതിയിലുള്ള ലൂപ്പ് ഹോൾസ് ഒക്കെ ഉണ്ട്. ബാങ്കുകളൊക്കെ പല രീതിയിലുള്ള മണി തട്ടിപ്പുകളുമായിട്ടുള്ള ഇടപാടുകളൊക്കെ നടത്തും. അതായത് ടാക്സ് ഒക്കെ വെട്ടിച്ചുകൊണ്ടുള്ള ഇടപാടുകൾ. നല്ല കൊള്ള ലാഭം ഉണ്ടാക്കും. പക്ഷെ കോടതിയിൽ നിന്ന് കിട്ടുന്ന ഫൈൻ ഉണ്ടല്ലോ, അത് അതിന്റെ ഒരു പകുതിയോ അല്ലെങ്കിൽ 25%, 50% ആയിരിക്കും. ഇത് കോടതിയിൽ കേസ് വിസ്താരം നടന്ന സമയത്ത് ഈ കമ്പനിയുടെ ഭാരവാഹികളായിട്ട് വന്ന ആൾക്കാർ അപ്പോളജൈസ് ചെയ്യാണ് ചെയ്തത്. അതായത് ഈ കൊലപാതകം തന്നെ പറയാം, ഈ കൊലപാതകം നടന്നതിൽ അവർ അപ്പോളജൈസ് ആണ് ചോദിച്ചത്. ഈ രീതിയിലാണ് ആ ഒരു കേസ് അവിടെ ഫൈനലൈസ് ചെയ്യപ്പെട്ടത്. അപ്പൊ 650 മില്യൺ അടച്ചാൽ മതി, കഴിഞ്ഞല്ല. ആമസോണിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ജെഫ് ബെസോസ് ഇന്ന് ഏതാണ്ട് $1 മില്യൺ ട്രംപിന് ഗിഫ്റ്റ് കൊടുത്തിരിക്കുകയാണ്. ഇതേപോലെ ഇനോഗ്രേഷൻ സെറമണിക്കാണ്. ഇന്നലെയാണ് മാർക്ക് സക്കർബർഗ് 1 മില്യൺ ഓഫർ ചെയ്തത്. ഇന്ന് ഇതാ അടുത്ത ജൈന്റ് 1 മില്യൺ കൊടുത്തു. ഇവരൊക്കെ എന്താണ് ഇതിന്റെ പ്ലാൻ എന്ന് നമുക്കറിയത്തില്ല. $1 മില്യൺ ഇന്ന് ജെഫ് ബെസോസ് ഓഫർ ചെയ്തിരിക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാന്റെ ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ഒരു തർക്കം ഉണ്ടായിരുന്നു. അതായത് ഈ മാച്ച്, ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് എവിടെ വെച്ച് നടത്തും എന്നുള്ളത്. അപ്പൊ അത് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈബ്രിഡ് മെത്തേഡ്, ആ ഇന്ത്യ പ്രപ്പോസ് ചെയ്തിരുന്ന ഹൈബ്രിഡ് മെത്തേഡ് തന്നെയാണ് ICC അംഗീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട മാച്ചുകളെല്ലാം തന്നെ ദുബായ് ആസ്ഥാനമായി നടക്കും. ദുബായിലായിരിക്കും ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട മാച്ച് എല്ലാം നടക്കുന്നത്. ഏതായാലും ചാമ്പ്യൻസ് ട്രോഫിയുടെ ലീഗിനുള്ള പിക്സൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ ആകെ ശ്രമിച്ചു നോക്കി, പക്ഷെ നടന്നില്ല. ICC-യെക്കാളും ഏറ്റവും വലിയ സ്ട്രോങ് ആയിട്ടുള്ള വെൽത്ത് ഉള്ളത് BCCI-ക്കാണ്. BCCI പറയുന്നതാണ് ICC നടപ്പിലാക്കും. അതിൽ യാതൊരു മാറ്റവും ഇല്ല. ICC-ക്ക് തന്നെ ഏറ്റവും വലിയ വരുമാനം വരുന്ന IPL നടക്കുന്നത് ഇന്ത്യയിലാണ്. അത് എല്ലാ വർഷവും നടക്കുന്നുള്ളതാണ്. ഡ്രൂസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ ഇസ്രായേലിനോട് ചേരുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനക്സേഷൻ വിത്ത് ഇസ്രായേൽ എന്നുള്ള രീതിയിൽ ഒരു ചെറിയ മൂവ്മെന്റ് നടത്തുന്നുള്ളത്, അത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ കാണുന്ന ഇമേജിൽ UAE ഭരണാധികാരിയാണ്. പുള്ളിയുടെ കൂടെ ഉള്ളത് ഡ്രൂസിന്റെ ലീഡർഷിപ്പ് ആയിട്ടുള്ള ആളാണ്. മൊവാക്കത്ത് താരിഫ് എന്നാണ് പുള്ളിയുടെ പേര്. മൊവാക്കത്ത് താരിഫ്. പുള്ളി ഡ്രൂസ് കമ്മ്യൂണിറ്റിയുടെ ലീഡറാണ്. പുള്ളി UAE സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡിസംബറിൽ തന്നെയാണ് സന്ദർശിച്ചത്. അതായത് അവർ UAE-യുമായിട്ടുള്ള കോപ്പറേഷൻ, UAE-യുമായിട്ടുള്ള സഹകരണം, അവരുടെ ഡെവലപ്മെന്റ്സ്, രണ്ട് കമ്മ്യൂണിറ്റി തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിച്ചായിട്ട് പറയപ്പെടുന്നത്. പക്ഷെ നമുക്ക് പ്രത്യക്ഷത്തിൽ അറിയാൻ പറ്റുന്നത് ഇസ്രായേലുമായിട്ട് ഈ ഒരു ഡ്രൂസ് കമ്മ്യൂണിറ്റിയെ ചേർക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇതിൽ ഒരുങ്ങുന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിയിലുള്ള ലീഡർ ശരിക്കും ഇവർ ഇസ്രായേൽ സന്ദർശിച്ച സമയത്ത്, അതായത് ജൂവിഷ് റിലീജിയസ് റബായ് കൊല്ലപ്പെട്ട കേസ്, ചബാദ്, ഈ കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഫാമിലിക്ക് അനുശോചനം രേഖപ്പെടുത്തുന്ന ഭാഗമായിട്ട് UAE ഇന്ന് റെപ്രസെന്റേറ്റീവ്സ് ഇസ്രായേൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇസ്രായേലിന്റെ ഡ്രൂസ് കമ്മ്യൂണിറ്റിയുമായിട്ട് അവിടെ വെച്ച്
കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി. അതിനെ തുടർന്നാണ് ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിയിലെ റെപ്രസെന്റേറ്റീവ് UAE വിസിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു ചെയിൻ ഓഫ് ആക്ഷൻ ആണ് നടക്കുന്നത്. സിറിയയിലുള്ള ആ ബോർഡർ ലൈനിൽ ഗോലാൻ ഹൈറ്റ്സ് മുതൽ ആ ക്വേഡ്ര വരെ താമസിക്കുന്ന ആ ഡ്രൂസ് കമ്മ്യൂണിറ്റിയെ എങ്ങനെയെങ്കിലും ഇസ്രയേലിനോട് ചേർക്കാനുള്ള ഒരു പദ്ധതിയാണ് അണിയറയിൽ ഒരുങ്ങുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതിന്റെ ഡെവലപ്മെന്റ്സ് എന്തായാലും തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഞാൻ അറിയിക്കാം. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എപ്പോഴും പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.